രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ അടിപൊളിയാണ്, വർക്കൗട്ട് ആവുമെന്ന് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അല്ല ഇന്ന ആൾ മാത്രം. ഈഗോ എന്ന് പറയുന്ന പ്രശ്നം നമ്മുടെ ഇതിൽ ഇതുവരെ വന്നിട്ടില്ല. കാരണം എപ്പോഴും ഹസ്ബൻഡ് വൈഫും ഒരുമിച്ച് നിന്ന് ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സക്സസ് ആണ്. നമുക്ക് പല സ്ഥലങ്ങളിലും നോ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട് എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അവിടെ ഒരു വൈഫ് എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് പറയാം, ഞാൻ അവളോടും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള നമുക്ക് അവിടെ ഒരു ഓപ്ഷൻസ് കിട്ടും. ചില സമയത്ത് നമുക്ക് ആ ഒരു നോയെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ചിലപ്പോൾ ഇത്ര രൂപയുടെ പ്രോഡക്റ്റ് ക്രെഡിറ്റ് കൊടുക്കുമെങ്കിൽ എൻ്റെ വൈഫിന് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി പ്രകാരം അയാൾ പേയ്മെൻ്റ് ഒന്നും തരാത്ത ഒരാളായിരിക്കും. പക്ഷെ ഞാനവിടെ എൻ്റെ ഇമോഷൻ നോക്കി ചെയ്യാറുണ്ട്. ആ സമയത്ത് ചെറിയ ക്ലാഷുകൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ല ഹസ്ബൻഡിന് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, വൈഫിന് ആ ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും അവരെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യിക്കരുത്. അതെൻ്റെ ഒരു സജഷനാണ്. കാരണം ഒരാൾ ഇൻട്രസ്റ്റോടെ നിൽക്കുന്നതും നമ്മളോടുള്ള കടപ്പാട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഇതിനകത്ത് നിൽക്കുമ്പോൾ അവരതൊരു ജോബ് പോലെ കാണത്തുള്ളൂ. അവർക്ക് അതൊരിക്കലും ഒരു സ്വന്തമാണെന്നുള്ളൊരു രീതിയിൽ ചെയ്യത്തില്ല. അത് ഇയാളെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ നിൽക്കുന്ന പോലെയാണ്. അത് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലൊരു ബേർഡൻ തന്നെയാണ്.